ഇപ്പോൾ നമ്മളുള്ളത് മസനഗുഡിയാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ നാടുകാണി ചുരമൊക്കെ ഇങ്ങനെ പിന്നിട്ട് പോന്നിട്ട് തമിഴ്നാടിന്റെ വെസ്റ്റ് ഭാഗത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. നിങ്ങൾക്കറിയാമോ തമിഴ്നാട്ടിൽ എത്ര ജില്ലയുണ്ടെന്ന്? അതെ, 32 ജില്ലകളാണ് കേട്ടോ തമിഴ്നാട്ടിലുള്ളത്. ആ 32 ജില്ലകളെ തമിഴ്നാടിന്റെ ഏറ്റവും വെസ്റ്റ് ഭാഗത്തുള്ള ജില്ലയാണ് നീലഗിരി പറയുന്നത്. നീലഗിരി ഹില്ല്, നീലഗിരി ആ പശ്ചിമഘട്ടത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ വയനാട് ഭാഗത്തു നിന്നുള്ള ഒരു തുടക്കം എന്നൊക്കെ പറയാം ഈ നീലഗിരി ഹില്ലുകളെ. അങ്ങനെ നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരാണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഗൂഡല്ലൂരിന്റെ ഒരു ദൃശ്യങ്ങൾ എന്ന് പറയുമ്പോൾ റോഡ് നമ്മുടെ കേരളത്തിലേതുപോലെ തന്നെ സമാനമായിട്ടുള്ളതാട്ടോ. ഇവിടെ കണ്ടോ, ഈ റോഡ് വീതി കുറഞ്ഞ റോഡായതുകൊണ്ട് തന്നെ നമ്മൾ ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈഡറും കണ്ടോ സെന്ററിൽ. അപ്പം മെല്ലെ പോയാൽ മതി എന്നാണ് അവർ ഉദ്ദേശിച്ചത്. പിന്നെ റോഡൊക്കെ പൊതുവെ കുറച്ച് മോശമായിരുന്നു. മുതുമലൈ ടൈഗർ റിസർവ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ മുതുമലൈ ഫോറസ്റ്റിലൂടെ പോയി പോകുന്നത്. എന്തൊരു നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മൃഗങ്ങളെ കാണാനായിട്ട് പറ്റുമെന്നറിയില്ല, എങ്കിലും അപ്പോൾ നോക്കാം. ഇപ്പോൾ ഇവിടുന്ന് മസനഗുഡിക്ക് ഏകദേശം ഒരു 50 കിലോമീറ്ററോളം ഉണ്ട്. ഫുള്ളിരുട്ടാണ്. നമ്മുടെ മുമ്പിലൊരു വാഹനം പോകുന്നുണ്ട്, നമുക്ക് നോക്കാം. അങ്ങനെ സമയം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മുതുമലൈ ഫോറസ്റ്റിലേക്ക് കടക്കുമ്പോൾ തന്നെ മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ മുന്നിലുള്ള വാഹനങ്ങളുടെ നിരനിരയായിട്ടുള്ള ആ യാത്ര കണ്ടിട്ട് ഏകദേശമൊക്കെ മനസ്സിലായി നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല എന്ന്. പക്ഷെ നമ്മൾ പ്രതീക്ഷ കൈവിടരുതല്ലോ. ഒരു ആനയോ അല്ലെങ്കിൽ വല്ല ഒരു പുലിയോ സിംഹമോ അങ്ങനെ എന്തെങ്കിലും കണ്ടാലോ. ആ സിംഹം ഇല്ലട്ടാ, ടൈഗർ മാത്രമേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും കണ്ടാലോ, ചിലപ്പോൾ ഒരു പുലിയേക്ക് കണ്ടാലോ, കണ്ടാ ഭാഗ്യം. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഈ തൊപ്പക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റിന്റെയും മുതുമല ടൈഗർ റിസർവിന്റെയും ഗ്യാപ്പിലുള്ളൊരു വഴിയാണ് ഈ തൊപ്പക്കാട്ട് എന്ന് പറയുന്നത്. ഈ വഴിയാണ് മച്ചാമാരെ ഊട്ടിയിലേക്ക് പോകുന്നത് കേട്ടോ. നമ്മൾ കേൾക്കാറില്ലേ മസനഗുഡി വഴി ഊട്ടി എന്നൊക്കെ. ഓക്കെ, അത് ഈ വഴിയാണ്. മസനഗുഡിയിലേക്ക് ഏകദേശം ഒരു അഞ്ചല്ല അത് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ഒന്നുകൂടെ മരങ്ങളും കാര്യങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം. റോഡിന്റെ വീതി ശ്രദ്ധിച്ചില്ല, റോഡ് വീതി കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരികയാണെങ്കിൽ നമ്മൾ ഒന്ന് സ്ലോ ആക്കിയിട്ട് വേണം ഒന്ന് മാറിക്കൊടുക്കും. മച്ചാമാരെ, അങ്ങനെ നമ്മളിപ്പോ മസനഗുഡി എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് റിസോർട്ടിലേക്ക് ഏകദേശം ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഏകദേശം ഒരു 2 കിലോമീറ്റർ. അത് കഴിഞ്ഞാൽ റിസോർട്ടിലാണ് ഇന്ന് സ്റ്റേ. അപ്പോൾ നമുക്ക് നാളെ ഈ ടൈഗർ റിസർവ് കണ്ടിട്ട് പോകാം. നമുക്ക് നമ്മളെ മസനഗുഡി നൈറ്റിലായതുകൊണ്ട് ആ വ്യൂ കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് നാളെ നോക്കാം. അങ്ങനെ നമ്മൾ മസനഗുഡി എത്തിയിട്ടോ. ഇവിടെ ഒരു ചെറിയ ഡോർമെട്രി സിസ്റ്റം. ഇവിടെയാണ് നമ്മൾ ആ റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കാം എന്തപ്പാട് നോക്കാം. റൂമിൻ്റെ കുഴപ്പമില്ല കേട്ടോ, കാണാൻ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, അടിപൊളി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളുടെ ഡോർമെട്രി. അപ്പോൾ നമ്മൾ മസനഗുഡി റൂമിലെത്തിയിട്ടുണ്ട്. സ്റ്റേ ആണ്. ഇനി ഇവിടുന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് കണ്ടോ നൈസായിട്ട് നമുക്കൊന്ന് തങ്ങാനായിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇവിടെ. ഈ ഒരു ഹോം സ്റ്റേൻ്റെ ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടോ, TV ഫുൾ ഡബിൾ ബെഡുകളാണ്. അതുപോലെ തന്നെ
അടിപൊളി, നല്ല കുഴപ്പമില്ലാത്ത ബാത്റൂം സൗകര്യം കണ്ടോ ഇവിടെ ഉണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ മസനഗുഡിയിലുള്ള ഗ്രീൻ ഹിൽ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് ഒരു ചെറിയ നമ്മുടെ ഫുഡൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് കണ്ടോ. ഇവിടെ ഒരു ഇതൊക്കെ കംപ്ലീറ്റ് മുളയിട്ട് ഉണ്ടാക്കിയ ടേബിള്, ഒരു നല്ല ലൈറ്റും കാര്യങ്ങളും അറേഞ്ച്മെൻ്റൊക്കെ വളരെ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, നൈറ്റിൽ ഇനി വീഡിയോ എടുത്തിട്ട് ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. ഗായ്സ് ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മളുള്ളത് മസനഗുഡിയാണ്. ഇപ്പോൾ രാവിലെ തന്നെ വീഡിയോ ഒന്ന് സെറ്റാക്കുന്ന കരുതി നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഹോം സ്റ്റേ കാണിച്ചു തരാം. നൈറ്റ് വ്യൂ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ എക്സാക്റ്റ് നമ്മുടെ തൊപ്പക്കാട്ട് നിന്ന് ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ ഹോം സ്റ്റേ ആണ്. ഒരു 10 ആളുകൾക്ക് ഒരു ഡോർമെറ്ററി ടൈപ്പാണ്. 10 ആളുകൾക്ക് നമ്മൾ ഏകദേശം 7,000 രൂപയാണ് ഇവിടെ എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ശരിക്കും മസനഗുഡി എന്ന് പറയുന്ന ഈ ഒരു ടൗണിൻ്റെ അടുത്ത് നിന്ന് വളരെ അടുത്താണ്. ഇനി ഏകദേശം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഊട്ടിയിലേക്ക് വെറും 29 കിലോമീറ്ററാണുള്ളത് നിലവിലിട്ടാണ്. നല്ല കൂളിംഗ് ആണ്, അത്യാവശ്യം നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടെ ഈ റിസോർട്ടിൻ്റെ പേര്, റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹോം സ്റ്റേൻ്റെ പേര് എന്ന് പറയുന്നത് ഗ്രീൻ ഹിൽ ഫാം ഗസ്റ്റ് ഹൗസ് ആണ്. ഇവിടെ അച്ചക്കരൈ റോഡാട്ടോ വരുന്നത്.